ഒന്നാം വർഷ ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ആരാണ് ഒരു സംരംഭകനെന്നും എന്തൊക്കെയാണ് ഒരു സംരംഭകന്റെ പ്രധാന ധർമ്മങ്ങളെന്നും സംരംഭകന്റെ ഗുണങ്ങൾ എന്താണെന്നും ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വികസനത്തിൽ സംരംഭകൻ വഹിക്കുന്ന പങ്ക് എന്താണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ ചർച്ച ചെയ്തു. ഇന്ന് നമുക്ക് പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് ചർച്ച ചെയ്യാനുള്ളത്. ഒന്ന്, വാട്ട് ആർ ദി ചാലഞ്ചസ് ഓഫ് എന്റർപ്രണർഷിപ്പ്, സംരംഭകൻ അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്. ഒപ്പം തന്നെ ഒരു സംരംഭകൻ ഉണ്ടായിരിക്കേണ്ട സാമൂഹ്യ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ആദ്യമായി സംരംഭകത്വം നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വാട്ട് ആർ ദി ചാലഞ്ചസ് ഓഫ് എന്റർപ്രണർഷിപ്പ്. ഒരു സംരംഭകൻ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ് ലാക്ക് ഓഫ് സഫിഷ്യന്റ് ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ്. നമുക്കറിയാം, ഒരു സംരംഭം തുടങ്ങണമെങ്കിൽ ചില അടിസ്ഥാന സൗകര്യങ്ങൾ ആവശ്യമാണ്. ഗതാഗത സൗകര്യം, വാർത്താവിനിമയ സൗകര്യം, ഇലക്ട്രിസിറ്റി, വാട്ടർ തുടങ്ങിയ സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു സംരംഭം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. എന്നാൽ നമ്മുടെ സംസ്ഥാനത്തിന്റെയും രാജ്യത്തിന്റെയും പല ഭാഗത്തും ഇത്തരം അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ലഭ്യമാവുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ട് തന്നെ മാന്യമായ സൗകര്യപ്രദമായ ഒരു സംരംഭം നമുക്ക് തുടങ്ങാനും സാധിക്കുന്നില്ല. ലാക്ക് ഓഫ് സഫിഷ്യന്റ് ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ്. ഒരു സംരംഭകൻ അഭിമുഖീകരിക്കുന്ന രണ്ടാമത്തെ പ്രശ്നമാണ് നോൺ അവൈലബിലിറ്റി ഓഫ് ക്യാപിറ്റൽ. നമുക്കറിയാം, ഏതൊരു സംരംഭത്തിന്റെയും അവിഭാജ്യ ഘടകമാണ് മൂലധനം. മൂലധനത്തിന്റെ അഭാവത്തിൽ ഒരു സംരംഭവും ആരംഭിക്കാൻ കഴിയില്ല. എന്നാൽ പല സംരംഭകരും നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നമാണ് മുതൽ മുടക്കാനുള്ള കഴിവില്ലായ്മ. ഇതും ഒരു സംരംഭകൻ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഒരു സംരംഭകൻ നേരിടുന്ന മറ്റൊരു പ്രശ്നമാണ് ഫിയർ ഓഫ് റിസ്ക്. എന്താണ് റിസ്ക്? ഒരു സംരംഭകൻ ലാഭത്തിന് അർഹതയുണ്ട് എന്നുള്ളത് പോലെ തന്നെ നഷ്ടം അയാൾ സഹിക്കുകയും വേണം. ഉയർന്ന നഷ്ടസാധ്യത എന്നുള്ളത് ഏതൊരു സംരംഭകന്റെയും പേടി സ്വപ്നമാണ്. ഒരു സംരംഭകൻ അഭിമുഖീകരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഫിയർ ഓഫ് റിസ്ക്. സംരംഭകന്റെ നാലാമത്തെ പ്രശ്നമാണ് നോൺ അവൈലബിലിറ്റി ഓഫ് സ്കിൽഡ് ലേബർ. നമുക്കറിയാം, തൊഴിലാളികളാണ് ഏതൊരു സംരംഭത്തിന്റെയും വിജയത്തിന് ആധാരമായ ഘടകം. പലപ്പോഴും തൊഴിലാളികളെ നമുക്ക് ലഭ്യമാവുന്നുണ്ട് എങ്കിൽ പോലും വിദഗ്ധ തൊഴിലാളികൾക്ക് ക്ഷാമം നേരിടുന്ന ഒരവസ്ഥയാണുള്ളത്. തൊഴിലറിയാവുന്ന തൊഴിലാളികളെ നമുക്ക് ലഭ്യമാവുന്നില്ല. തൊഴിലറിയുന്ന തൊഴിലാളികളെ ലഭ്യമല്ലെങ്കിൽ നല്ല രീതിയിൽ ഒരു സംരംഭം മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കില്ല. നോൺ അവൈലബിലിറ്റി ഓഫ് സ്കിൽഡ് ലേബർ ഇന്ന് ഏതൊരു സംരംഭകനും അഭിമുഖീകരിക്കുന്ന പ്രശ്നമാണ്. നമ്പർ 5, ആബ്സെൻസ് ഓഫ് ടെക്നിക്കൽ നോ ഹൗ. നമുക്കറിയാം, നല്ലൊരു സംരംഭം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഉയർന്ന സാങ്കേതിക വിദ്യ ആവശ്യമാണ്. ഉയർന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ ലാഭകരമായ ഒരു സംരംഭം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ പലപ്പോഴും പുതിയ സാങ്കേതിക വിദ്യകളൊന്നും തന്നെ നമ്മുടെ നാട്ടിലുള്ള സംരംഭകർക്ക് ലഭ്യമാവുന്നില്ല. അഥവാ സാങ്കേതിക വിദ്യയിലുള്ള പരിജ്ഞാനം ഇവർക്ക് ലഭ്യമാവുന്നില്ല എന്നുള്ളതാണ് സംരംഭകൻ അഭിമുഖീകരിക്കുന്ന അഞ്ചാമത്തെ പ്രശ്നവും ഇതുതന്നെയാണ്, ആബ്സെൻസ് ഓഫ് ടെക്നിക്കൽ നോ ഹൗ. നമ്പർ 6, ലാക്ക് ഓഫ് പ്രോപ്പർ ട്രെയിനിങ്. ശരിയായ പരിശീലനം ലഭ്യമായാൽ മാത്രമേ നല്ല രീതിയിൽ ഒരു സംരംഭം ആരംഭിക്കാനും മാനേജ് ചെയ്യാനും സാധിക്കുകയുള്ളൂ. പലപ്പോഴും നമുക്ക് നല്ല ട്രെയിനിങ്ങുകൾ അഥവാ പരിശീലനം ലഭ്യമാവുന്നില്ല എന്നുള്ളതാണ് സംരംഭകൻ നേരിടുന്ന പ്രധാന വെല്ലുവിളി. 7, ലാക്ക് ഓഫ് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ. നല്ല സംരംഭകനായി മാറണമെങ്കിൽ നല്ല രീതിയിലുള്ള തൊഴിൽ വിദ്യാഭ്യാസം നമ്മുടെ രാജ്യത്ത് ആവശ്യമാണ്. പല രീതിയിലെ തൊഴിൽ വിദ്യാഭ്യാസ രീതികൾ നിലവിലുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ആളുകൾക്ക് തൊഴിൽ നൈപുണിക ലഭ്യമാവുന്ന രീതിയിലുള്ള ഒരു തൊഴിൽ വിദ്യാഭ്യാസം നമ്മുടെ നാട്ടിൽ പലപ്പോഴും ലഭ്യമാവുന്നില്ല. ഇത്തരത്തിലുള്ള തൊഴിൽ വിദ്യാഭ്യാസത്തിന്റെ അഭാവം കൊണ്ടും നല്ല രീതിയിൽ സംരംഭം ഒരാൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. ലാക്ക് ഓഫ് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ.
ഡിഫിക്കൽട്ട് പ്രൊസീജിയർ ടു സ്റ്റാർട്ട് എ ബിസിനസ്. നമുക്കൊക്കെ അറിയാം, ഒരു ബിസിനസ് ആരംഭിക്കാൻ സങ്കീർണമായ ഒരുപാട് നടപടിക്രമങ്ങൾ ആവശ്യമാണ്. കാണുമ്പോൾ എളുപ്പമാണെന്ന് തോന്നുമെങ്കിലും പലപ്പോഴും നമ്മുടെ പ്രശ്നം, ഒരു വ്യാപാര സ്ഥാപനം ആരംഭിക്കാൻ ഇറങ്ങുമ്പോൾ തന്നെ വിവിധ തരത്തിലുള്ള ലൈസൻസുകൾ ആവശ്യമാണ്. ചിലപ്പോൾ പഞ്ചായത്തിൽ നിന്നാവാം, ചിലപ്പോൾ മുനിസിപ്പാലിറ്റിയിൽ നിന്നാവാം, ചിലപ്പോൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ലൈസൻസുകൾ വേണ്ടി വരും. ഇങ്ങനെ ഒരുപാട് നിയമപരമായ നടപടിക്രമങ്ങളിലൂടെ കടന്നുപോയാൽ മാത്രമേ ഒരാൾക്ക് ബിസിനസ് ആരംഭിക്കാൻ സാധിക്കുകയുള്ളൂ. ബിസിനസ് ആരംഭിക്കുന്നതിനുള്ള സങ്കീർണമായ നടപടിക്രമങ്ങളും പലപ്പോഴും നമ്മുടെ സംരംഭകരെ അലട്ടാറുണ്ട്. ഇതൊക്കെയാണ് ഒരു സംരംഭകൻ നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികൾ. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഒന്ന്, ലാക്ക് ഓഫ് സഫീഷ്യന്റ് ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റി, അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം. രണ്ട്, നോൺ അവൈലബിലിറ്റി ഓഫ് ക്യാപിറ്റൽ അഥവാ മൂലധനത്തിന്റെ അഭാവം. നമ്പർ 3, ഫിയർ ഓഫ് റിസ്ക് അഥവാ ഉയർന്ന നഷ്ടസാധ്യത. നമ്പർ 4, നോൺ അവൈലബിലിറ്റി ഓഫ് സ്കിൽഡ് ലേബർ, വിദഗ്ധ തൊഴിലാളികൾക്കുള്ള ക്ഷാമം. 5, ആബ്സെൻസ് ഓഫ് ടെക്നിക്കൽ നോഹൗ, സാങ്കേതിക പരിജ്ഞാനമില്ലായ്മ. 6, ലാക്ക് ഓഫ് പ്രോപ്പർ ട്രെയിനിങ്, ശരിയായ പരിശീലനത്തിന്റെ അഭാവം. നമ്പർ 7, ലാക്ക് ഓഫ് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ, തൊഴിൽ വിദ്യാഭ്യാസത്തിന്റെ അഭാവം. 8, ഡിഫിക്കൽട്ട് പ്രൊസീജിയർ ടു സ്റ്റാർട്ട് എ ബിസിനസ്, ബിസിനസ് ആരംഭിക്കുന്നതിനുള്ള അതിസങ്കീർണമായ നടപടിക്രമങ്ങൾ. അപ്പോൾ ഒരു സംരംഭകൻ ഈ പറയുന്ന വെല്ലുവിളികളിലൂടെ കടന്നുപോയാൽ മാത്രമേ അയാൾക്ക് വിജയകരമായ ഒരു സംരംഭം ആരംഭിക്കാൻ കഴിയുകയുള്ളൂ. നമ്മുടെ രണ്ടാമത്തെ ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. ഒരു സംരംഭകൻ ഉണ്ടായിരിക്കേണ്ട സാമൂഹ്യ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്? ദി entrepreneur cannot do anything without the help of society. സമൂഹത്തിന്റെ പിൻബലമില്ലാതെ ഒരു സംരംഭകനും മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുപോലെ തന്നെ the society also gets benefits from an entrepreneur. അതേ സമയം തന്നെ സൊസൈറ്റിക്ക് ആരിൽ നിന്നുള്ള സഹായം കിട്ടുകയും ലഭിക്കുന്നു? സംരംഭകനിൽ നിന്നുള്ള സഹായം കിട്ടുകയും ചെയ്യുന്നു. സമൂഹത്തിന്റെ സ്വീകാര്യതയില്ലെങ്കിൽ ഒരു സംരംഭകനും നിലനിൽക്കാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ ഒരു സമൂഹത്തിനും സംരംഭകരിൽ നിന്ന് ഒരുപാട് നേട്ടങ്ങൾ ലഭ്യമാവുകയും ചെയ്യുന്നു. സമൂഹവും സംരംഭകനും തമ്മിൽ ഒരു കൊടുക്കൽ വാങ്ങൽ ഇടപാടുകളാണ് നടക്കുന്നത്. സമൂഹത്തിന്റെ സ്വീകാര്യതയിലൂടെയാണ് ഏതൊരു സംരംഭകനും മുന്നോട്ട് പോകുന്നത്. അതേസമയം സംരംഭകരുടെ പിന്തുണയില്ലാതെ ഒരു സമൂഹത്തിനും നിലനിൽക്കാനും സാധിക്കുകയില്ല. We can classify social responsibility into 3 groups. നമുക്ക് നമ്മുടെ പഠനം എളുപ്പമാക്കുന്നതിന് വേണ്ടി ഒരു സംരംഭകന് സമൂഹത്തോടുള്ള ഉത്തരവാദിത്തത്തെ 3ആയി തരംതിരിക്കുന്നു. നമ്പർ എ, റെസ്പോൺസിബിലിറ്റി ടുവേഴ്സ് കൺസ്യൂമേഴ്സ്, ഉപഭോക്താക്കളോടുള്ള ഉത്തരവാദിത്വം. നമ്പർ ബി, റെസ്പോൺസിബിലിറ്റി ടുവേഴ്സ് എംപ്ലോയീസ്, തൊഴിലാളികളോടുള്ള ഉത്തരവാദിത്വം. നമ്പർ സി, റെസ്പോൺസിബിലിറ്റി ടുവേഴ്സ് കമ്മ്യൂണിറ്റി, പൊതുസമൂഹത്തോടുള്ള ഉത്തരവാദിത്വം. അപ്പോൾ ഒരു സംരംഭകന് സമൂഹത്തോട് വിവിധ തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട്. ഈ ഉത്തരവാദിത്തത്തെ പറ്റി പഠിക്കുന്നതിന് വേണ്ടി നമ്മൾ ഉത്തരവാദിത്വങ്ങളെ 3ആയി തരംതിരിക്കുന്നു. റെസ്പോൺസിബിലിറ്റി ടുവേഴ്സ് കൺസ്യൂമേഴ്സ്, റെസ്പോൺസിബിലിറ്റി ടുവേഴ്സ് എംപ്ലോയീസ്, റെസ്പോൺസിബിലിറ്റി ടുവേഴ്സ് കമ്മ്യൂണിറ്റി. ഇവ ഓരോന്നും വിശദമായി നമുക്ക് പരിശോധിക്കാം. ആദ്യത്തെ നമ്പർ എ, റെസ്പോൺസിബിലിറ്റി ടുവേഴ്സ് കൺസ്യൂമേഴ്സ്, ഉപഭോക്താക്കളോടുള്ള ഉത്തരവാദിത്വം. നമുക്കറിയാം, ഏതൊരു ബിസിനസിന്റെയും ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഉപഭോക്താക്കളാണ്. ഉപഭോക്താക്കൾ സംതൃപ്തരല്ലെങ്കിൽ ഏതൊരു സംരംഭകനും നിലനിൽക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ വളരെ വലിയ ഉത്തരവാദിത്വമാണ് ഒരു സംരംഭകന് തൻ്റെ ഉപഭോക്താക്കളോട് ഉള്ളത്. നമ്പർ 1, ടു സെൽ ക്വാളിറ്റി പ്രോഡക്ട്സ് അറ്റ് റീസണബിൾ പ്രൈസ്. ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ ന്യായമായ വിലയിൽ മാത്രം വിൽക്കുക. 2 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. വിൽക്കുന്ന ഉൽപ്പന്നങ്ങൾ എങ്ങനെയുള്ളതാവണം? ക്വാളിറ്റി ഉള്ളതാവണം. അതേസമയം പ്രൈസ് ഓഫ് എ പ്രോഡക്റ്റ് മസ്റ്റ് ബി റീസണബിൾ, ന്യായമായ വിലയ്ക്ക് മാത്രമേ വിൽക്കാൻ പാടുള്ളൂ. ടു സെൽ ക്വാളിറ്റി പ്രോഡക്ട്സ് അറ്റ് റീസണബിൾ പ്രൈസ്, ന്യായമായ വിലയിൽ ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ മാത്രം വിൽക്കുക. നമ്പർ 2, ടു അവോയ്ഡ് ആന്റി സോഷ്യൽ ആൻഡ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ്. സമൂഹത്തിന് നിരക്കാത്തതും അനുചിതവുമായ വ്യാപാര രീതി ഒഴിവാക്കുക. ഏതാണ് സമൂഹത്തിന് നിരക്കാത്ത വ്യാപാര രീതി? കരിഞ്ചന്ത, പൂഴ്ത്തിവെപ്പ്, മായം ചേർക്കൽ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇത്തരത്തിലുള്ള വ്യാപാരങ്ങളൊന്നും തന്നെ ചെയ്യാതിരിക്കുക. ടു അവോയ്ഡ് ആന്റി സോഷ്യൽ ആൻഡ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ്. നമ്പർ 3, ടു പ്രൊവൈഡ് ആഫ്റ്റർ സെയിൽ സർവീസ്. നമുക്കറിയാം, ഏതൊരു ഉൽപ്പന്നവും വിറ്റ് കഴിഞ്ഞാലും
ചില സേവനങ്ങൾ സംരംഭകൻ നൽകേണ്ടതുണ്ട് അല്ലേ? എന്തൊക്കെയാണ് വിറ്റതിന് ശേഷമുള്ള സേവനങ്ങൾ? ചിലപ്പോൾ ആ സാധനം ഫിറ്റ് ചെയ്യലാവാം, ചിലപ്പോൾ ഗ്യാരണ്ടിയും വാറണ്ടിയും നൽകലാവാം, ചിലപ്പോൾ ഫ്രീ ഇൻസ്റ്റലേഷൻ ആവാം. ഇങ്ങനെ പല കാര്യങ്ങളും വിറ്റതിന് ശേഷമാണ് വിൽപ്പനക്കാരൻ ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള സേവനങ്ങളെല്ലാം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ടു പ്രൊവൈഡ് ആഫ്റ്റർ സെയിൽ സർവീസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നാലാമതായി ടു അവോയ്ഡ് മിസ്ലീഡിംഗ് ആൻഡ് ഫാൾസ് അഡ്വർടൈസ്മെന്റ്. നമുക്കറിയാം, ചില സംരംഭകരെങ്കിലും തെറ്റായ പരസ്യങ്ങൾ നൽകാറുണ്ട്. ഉപഭോക്താക്കളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പരസ്യങ്ങളും വാചകങ്ങളും ഒക്കെ നൽകാറുണ്ട്. ഇതൊരു തെറ്റായ പ്രവണതയാണ്. ഒരു സംരംഭകന് സമൂഹത്തോടുള്ള വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമാണ് ടു അവോയ്ഡ് മിസ്ലീഡിംഗ് ആൻഡ് ഫാൾസ് അഡ്വർടൈസ്മെന്റ്. തെറ്റായ പരസ്യങ്ങൾ നൽകാതിരിക്കുക. അപ്പോൾ ഒരു സംരംഭകന് സമൂഹത്തോടുള്ള ഉത്തരവാദിത്വങ്ങൾ പ്രധാനമായും നമ്മൾ 4 എണ്ണമാണ് പറഞ്ഞത്. നമ്പർ 1, ടു സെൽ ക്വാളിറ്റി പ്രോഡക്ട്സ് അറ്റ് റീസണബിൾ പ്രൈസ്. ന്യായമായ വിലയിൽ ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ മാത്രം വിൽക്കുക. നമ്പർ 2, ടു അവോയ്ഡ് ആന്റി സോഷ്യൽ ആൻഡ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ്. സമൂഹത്തിന് നിരക്കാത്തതും അനുചിതവുമായ വ്യാപാരം ഒഴിവാക്കുക. നമ്പർ 3, ടു പ്രൊവൈഡ് ആഫ്റ്റർ സെയിൽ സർവീസ്. വിൽപ്പനാന്തര സേവനം ഉറപ്പുവരുത്തുക. നമ്പർ 4, ടു അവോയ്ഡ് മിസ്ലീഡിംഗ് ആൻഡ് ഫാൾസ് അഡ്വർടൈസ്മെന്റ്. തെറ്റായതും തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ പരസ്യങ്ങൾ നൽകാതിരിക്കുക. ഒരു സംരംഭകന് സമൂഹത്തോടുള്ള ഉത്തരവാദിത്തങ്ങളെ നമ്മൾ 3ആയി ക്ലാസിഫൈ ചെയ്തു. നമ്പർ എ, റെസ്പോൺസിബിലിറ്റി ടുവേഴ്സ് കൺസ്യൂമേഴ്സ്. രണ്ടാമത്തേത് റെസ്പോൺസിബിലിറ്റി ടുവേഴ്സ് എംപ്ലോയീസ്, തൊഴിലാളികളോടുള്ള ഉത്തരവാദിത്വം. ഏതൊരു സംരംഭകന്റെയും നിലനിൽപ്പിന് തൻ്റെ തൊഴിലാളികളുടെ പിന്തുണ വളരെ അത്യാവശ്യമാണ്. തൊഴിലാളികളുടെ പിൻബലമില്ലാതെ ഒരു സംരംഭകനും മുന്നോട്ട് പോവാൻ സാധിക്കില്ല. അതുകൊണ്ട് തൊഴിലാളികളുടെ ക്ഷേമവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തിയാവണം ഏതൊരു സംരംഭകനും മുന്നോട്ട് കൊണ്ടുപോവേണ്ടത്. തൊഴിലാളികളോടുള്ള സംരംഭകന്റെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്പർ 1, ടു പ്രൊവൈഡ് ഫെയർ ആൻഡ് റീസണബിൾ റെമ്യൂണറേഷൻ. മാന്യവും ന്യായവുമായ വേതനം ഉറപ്പുവരുത്തുക. ഏതൊരു തൊഴിലാളിക്കും പിടിച്ചു നിൽക്കണമെങ്കിൽ ന്യായമായ ഒരു വേതനം ലഭ്യമായിരിക്കണം. ഇത്തരത്തിൽ ഒരു സംരംഭകൻ മാന്യവും ന്യായവുമായ ഒരു വേതനം തൊഴിലാളികൾക്ക് നൽകിയിരിക്കണം. നമ്പർ 2, ടു ഓഫർ ജോബ് സെക്യൂരിറ്റി ആൻഡ് പ്രൊമോഷൻ ഓപ്പർച്യൂണിറ്റീസ്. തൊഴിൽ സുരക്ഷിതത്വവും സ്ഥാനക്കയറ്റവും ഉറപ്പുവരുത്തുക. ഒരു സംരംഭകൻ സന്തോഷിക്കുന്നത് തൻ്റെ തൊഴിൽ സുരക്ഷിതമാണെന്ന് കാണുമ്പോഴാണ്. തനിക്ക് ആ സ്ഥാപനത്തിൽ നല്ല ഒരു റോൾ ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുമ്പോൾ തീർച്ചയായും അയാൾ നല്ല മനസാന്നിധ്യത്തോടു കൂടി ജോലി ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരു സംരംഭകന് തൊഴിലാളികളോടുള്ള പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വമാണ് ടു ഓഫർ ജോബ് സെക്യൂരിറ്റി ആൻഡ് പ്രൊമോഷൻ ഓപ്പർച്യൂണിറ്റി. നമ്പർ 3, ടു പ്രൊവൈഡ് ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ. നല്ല രീതിയിൽ തൊഴിൽ ചെയ്യണമെങ്കിൽ തൊഴിലാളിക്ക് കൃത്യമായ പരിശീലനവും വിദ്യാഭ്യാസവും ലഭിച്ചിരിക്കണം. ഇത്തരത്തിൽ മാറുന്ന സാഹചര്യത്തിനനുസരിച്ച് തൊഴിലാളികൾക്ക് വിദ്യാഭ്യാസവും പരിശീലനവും ലഭ്യമാക്കുക എന്നുള്ളത് ഏതൊരു സംരംഭകന്റെയും കടമയാണ്. സംരംഭകന്റെ വളരെ പ്രധാനപ്പെട്ട 3ാമത്തെ തൊഴിലാളികളോടുള്ള ഉത്തരവാദിത്തമാണ് ടു പ്രൊവൈഡ് ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ. ഒരു ഓൺട്രപ്രണറുടെ പ്രധാനപ്പെട്ട തൊഴിലാളികളോടുള്ള സാമൂഹ്യ ഉത്തരവാദിത്തമാണ് ടു അണ്ടർടേക്ക് ലേബർ വെൽഫെയർ ആക്ടിവിറ്റി. തൊഴിലാളികളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക എന്നുള്ളത്. തൊഴിലാളികൾക്ക് മാന്യമായ ഒരു ജോലി സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുത്തിരിക്കണം. ഇത്തരത്തിൽ തൊഴിലാളികൾക്ക് വിശ്രമിക്കാനുള്ള സൗകര്യം, ക്യാൻറ്റീൻ സൗകര്യങ്ങൾ, വാഹന സൗകര്യങ്ങൾ, അതുപോലെ മെഡിക്കൽ കെയർ, ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ തൊഴിലാളികൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും വളരെ ആത്മാർത്ഥതയോടുകൂടി തന്നെ ആ തൊഴിലാളി ജോലി ചെയ്യും. ഇത്തരത്തിൽ സംരംഭകന് തൊഴിലാളികളോടുള്ള വളരെ പ്രധാനപ്പെട്ട സാമൂഹ്യ ഉത്തരവാദിത്തമാണ് ടു അണ്ടർടേക്ക് ലേബർ വെൽഫെയർ ആക്ടിവിറ്റീസ്. അപ്പോൾ ഒരു സംരംഭകന് തൊഴിലാളികളോടുള്ള ഉത്തരവാദിത്തങ്ങളെ നമ്മൾ 4ആയി ക്ലാസിഫൈ ചെയ്തു. നമ്പർ 1, ടു പ്രൊവൈഡ് ഫെയർ ആൻഡ് റീസണബിൾ റെമ്യൂണറേഷൻ. നമ്പർ 2, ടു ഓഫർ ജോബ് സെക്യൂരിറ്റി ആൻഡ് പ്രൊമോഷൻ ഓപ്പർച്യൂണിറ്റി. നമ്പർ 3, ടു പ്രൊവൈഡ് ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ. നമ്പർ 4, ടു അണ്ടർടേക്ക് ലേബർ വെൽഫെയർ ആക്ടിവിറ്റീസ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു സംരംഭകന് സമൂഹത്തോടുള്ള ഉത്തരവാദിത്തങ്ങളെ നമ്മൾ 3ആയി ഡിവൈഡ് ചെയ്തു. ആദ്യത്തേത് കസ്റ്റമേഴ്സിനോടുള്ള ഉത്തരവാദിത്വം, നമ്പർ 2 എംപ്ലോയീസിനോടുള്ള ഉത്തരവാദിത്വം, ആൻഡ് നമ്പർ 3 റെസ്പോൺസിബിലിറ്റി ടുവേഴ്സ് കമ്മ്യൂണിറ്റി, പൊതുസമൂഹത്തോടുള്ള ഉത്തരവാദിത്വം.
ഒരു സമൂഹത്തിന് സംരംഭകനോട് കടപ്പാടുണ്ട് എന്നുള്ളത് പോലെ തന്നെ സംരംഭകൻ വളരെ സംരക്ഷിച്ചു നിർത്തേണ്ട ഒരു വിഭാഗമാണ് നമ്മുടെ നാട്ടിലെ പൊതുവിഭാഗം. പൊതുവിഭാഗത്തിന്റെ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സംരംഭകന് ദീർഘകാലാവധിയിൽ നിലനിൽപ്പുള്ളൂ. അതുകൊണ്ട് തന്നെ പൊതുസമൂഹത്തിനോടുള്ള ഉത്തരവാദിത്വം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു സംരംഭകന് പൊതുസമൂഹത്തോടുള്ള പ്രധാനപ്പെട്ട ഉത്തരവാദിത്വങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്പർ 1, ടു ജനറേറ്റ് എംപ്ലോയ്മെന്റ്. നമുക്കൊക്കെ അറിയാം, ഒരു സംരംഭകൻ സ്വന്തമായി ഒരു തൊഴിൽ കണ്ടെത്തിയ ആളാണ്. അതോടൊപ്പം തന്നെ ഏതൊരു സംരംഭകനും ചിലർക്കെങ്കിലും തൊഴിൽ ലഭ്യമാക്കുക എന്നുള്ളത് അയാളുടെ പൊതുസമൂഹത്തോടുള്ള കടമയും ഉത്തരവാദിത്വവുമാണ്. ടു ജനറേറ്റ് എംപ്ലോയ്മെന്റ്. നമ്പർ 2, ടു പ്രൊട്ടക്ട് ദി എൻവയോൺമെന്റ്. നമുക്കൊക്കെ അറിയാം, പരിസ്ഥിതി സംരക്ഷണം ഉറപ്പുവരുത്തിക്കൊണ്ട് മാത്രമേ ഏതൊരു ബിസിനസ് സ്ഥാപനത്തിനും നിലനിൽപ്പുള്ളൂ. നമുക്കൊക്കെ അറിയാം, എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, സോയിൽ പൊല്യൂഷൻ, സൗണ്ട് പൊല്യൂഷൻ, ഇത്തരത്തിൽ പൊല്യൂഷൻസിനെ എല്ലാം നിയന്ത്രിച്ച് നിർത്തിക്കൊണ്ട് മലിനീകരണത്തിന്റെ അളവ് വളരെ കുറച്ചുകൊണ്ട് നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിച്ചു നിർത്താനുള്ള ബാധ്യത നമ്മുടെ ബിസിനസ്സുകാർക്കുമുണ്ട്. ഇത്തരത്തിൽ പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്നുള്ളത് ഏതൊരു സംരംഭകന്റെയും വളരെ പ്രധാനപ്പെട്ട സാമൂഹ്യ ഉത്തരവാദിത്വമാണ്. ഒരു സംരംഭകന് സമൂഹത്തോടുള്ള വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഉത്തരവാദിത്വമാണ് ടു പേ ടാക്സസ് ടു ദി ഗവൺമെന്റ് കറക്റ്റ്ലി. നമുക്കൊക്കെ അറിയാം, സംരംഭകൻ നികുതി കൃത്യമായി ആർക്ക് നൽകണം? ഗവൺമെന്റിലേക്ക് നൽകണം. ഗവൺമെന്റ് വികസന കാര്യങ്ങൾക്കും അതുപോലെ തന്നെ ജനങ്ങളുടെ ക്ഷേമത്തിനും ഒക്കെ ഉപയോഗിക്കുന്ന പണം എന്ന് പറയുന്നത് സംരംഭകരിൽ നിന്ന് ലഭിക്കുന്ന നികുതി വരുമാനം കൂടിയാണ്. ഇത്തരത്തിലുള്ള നികുതി വരുമാനം കൃത്യമായി ലഭിച്ചാൽ മാത്രമേ ഗവൺമെന്റിന് സാമൂഹ്യക്ഷേമ പ്രവൃത്തികൾ, വികസന പ്രവൃത്തികൾ ഏറ്റെടുത്ത് നടത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ കൃത്യമായ നികുതി സർക്കാരിലേക്ക് നൽകുക എന്നുള്ളത് സംരംഭകന്റെ വളരെ പ്രധാനപ്പെട്ട സാമൂഹ്യ ഉത്തരവാദിത്വമാണ്. ടു പേ ടാക്സസ് ടു ദി ഗവൺമെന്റ് കറക്റ്റ്ലി. നാലാമത്തേത് ടു അണ്ടർടേക്ക് സോഷ്യൽ സർവീസ് ആക്ടിവിറ്റി. മറ്റ് ജനവിഭാഗങ്ങൾ എന്നുള്ളത് പോലെ തന്നെ സംരംഭകരും ഒരുപാട് സാമൂഹ്യ സേവന പ്രവൃത്തികൾ ഏറ്റെടുത്ത് നടത്താറുണ്ട് അല്ലേ? ചിലപ്പോൾ റോഡ് വൃത്തിയാക്കലാവാം, ചിലപ്പോൾ പ്ലാസ്റ്റിക് ബോധവൽക്കരണ ക്യാമ്പയിൻ നടത്തുകയാവാം, ചിലപ്പോൾ സമൂഹത്തിലെ ദുർബലരായ വിഭാഗങ്ങളെ സംരക്ഷിച്ചു നിർത്തുകയാവാം, സ്കൂൾ കുട്ടികൾക്ക് യൂണിഫോമും ബാഗുകളും നൽകുകയാവാം. ഇത്തരത്തിലുള്ള ഒരുപാട് സാമൂഹ്യ സേവന പ്രവൃത്തികൾ നമ്മുടെ സംരംഭകർ ഏറ്റെടുത്ത് നടത്താറുണ്ട്. സമൂഹത്തിന്റെ ഭാഗമായ സംരംഭകർ ഇത്തരം പ്രവർത്തനങ്ങൾ കൂടി ഏറ്റെടുക്കുമ്പോഴാണ് അവർ വിജയികളായി മാറുന്നത്. ടു അണ്ടർടേക്ക് സോഷ്യൽ സർവീസ് ആക്ടിവിറ്റീസ് എന്നുള്ളത് സംരംഭകന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സാമൂഹ്യ ഉത്തരവാദിത്വമാണ്. അപ്പോൾ ഒരു സംരംഭകന് പൊതുസമൂഹത്തോടുള്ള ഉത്തരവാദിത്തങ്ങൾ: ആദ്യത്തേത് ടു ജനറേറ്റ് എംപ്ലോയ്മെന്റ്, നമ്പർ 2 ടു പ്രൊട്ടക്ട് ദി എൻവയോൺമെന്റ്, നമ്പർ 3 ടു പേ ടാക്സസ് ടു ദി ഗവൺമെന്റ് കറക്റ്റ്ലി, ആൻഡ് ഫൈനലി നമ്പർ 4 ടു അണ്ടർടേക്ക് സോഷ്യൽ സർവീസ് ആക്ടിവിറ്റീസ്. അപ്പൊ 2 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത്. ഒരു സംരംഭകന് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എന്താണ്, ഒപ്പം തന്നെ ഒരു സംരംഭകന് സമൂഹത്തോടുള്ള ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്. ഞാൻ എൻ്റെ ആദ്യ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഒരു അസൈൻമെന്റ് നൽകിയിരുന്നു. നിങ്ങളുടെ നാട്ടിലുള്ള സംരംഭകരെ ഐഡന്റിഫൈ ചെയ്യുക, അവരെങ്ങനെയാണ് സംരംഭകരായി മാറിയത് എന്ന് മനസ്സിലാക്കുക. ഒപ്പം തന്നെ അതിനോട് കൂട്ടിച്ചേർക്കാനുള്ള ഒരു കാര്യം കൂടി ഇന്ന് സൂചിപ്പിക്കുകയാണ്. ഈ സംരംഭകൻ എന്തൊക്കെ പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചാണ് കടന്നു പോയിട്ടുള്ളത് എന്ന് അവരോട് ചോദിച്ച് മനസ്സിലാക്കുക. മനസ്സിലായ കാര്യങ്ങൾ നോട്ടിൽ ഒരു കുറിപ്പായി രേഖപ്പെടുത്തുക. തീർച്ചയായും നിങ്ങളുടെ കൂട്ടുകാർക്കും അധ്യാപകർക്കും ഈ വിവരം കൈമാറുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.